കോൺഗ്രസിന് പുറത്തുള്ളവരുടെ വോട്ട് കിട്ടിയാണ് താൻ തുടർച്ചയായി തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കുന്നതെന്നാണ് ശശി തരൂരിന്റെ അവകാശവാദം. തന്റെ ജയത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസുകാർക്ക് വലിയ പങ്കില്ലെന്നും തരൂർ പറയാതെ പറയുന്നുണ്ട്. തരൂരിന്റെ വാദം ശരിവെക്കുന്നതാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരസഭയിലെ ശ്രീവരാഹം വാർഡിലെ ഉപതിരഞ്ഞെടുപ്പ് ഫലം. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തരൂർ 1000-ൽ പരം വോട്ട് നേടി ഈ വാർഡിൽ രണ്ടാമതെത്തിയിരുന്നു. ഉപതിരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തായ കോൺഗ്രസിന് കിട്ടിയത് വെറും 277 വോട്ട് മാത്രം. വാർഡിൽ 2 ബൂത്തുകളിൽ നിന്ന് മാത്രം തരൂർ 900 വോട്ട് നേടിയിരുന്നു. ആ 2 ബൂത്തുകളിൽ ഇത്തവണ കോൺഗ്രസിന് കിട്ടിയത് 88 വോട്ട് മാത്രമാണ്. നഗരസഭയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ 100 വാർഡുകളെ 12 മേഖലകളായി തിരിച്ച് ഓരോ മേഖലയുടെ ചുമതല ഓരോ KPCC അംഗത്തിന് നൽകി കോൺഗ്രസ് വലിയ തയ്യാറെടുപ്പ് വരെ നടത്തിയിരുന്നു. ഉപതിരഞ്ഞെടുപ്പിൽ ശ്രീവരാഹം വാർഡ് ഇടതുമുന്നണി നിലനിർത്തി. 12 വോട്ടിന്റെ വ്യത്യാസത്തിൽ CPI സ്ഥാനാർത്ഥി വി ഹരികുമാർ BJPയുടെ മിനിയെ തോൽപ്പിച്ചു. വി ഹരികുമാർ 1358 വോട്ടുകൾ നേടി. മിനിക്ക് 1346 വോട്ടുകളാണ് ലഭിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി സുരേഷ് കുമാർ 277 വോട്ടാണ് പിടിച്ചത്. കൗൺസിലറായിരുന്ന CPI അംഗം K വിജയകുമാറിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതിരഞ്ഞെടുപ്പ് നടന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 3 മുന്നണികൾക്കും യഥാക്രമം 1449, 1249, 406 എന്നിങ്ങനെയായിരുന്നു വോട്ടുകൾ. 200 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു അന്ന് ഇടത് ജയം. ഇത്തവണ BJPക്ക് മാത്രമാണ് വോട്ട് കൂടിയത്. കോൺഗ്രസിന് 129 വോട്ടും CPIക്ക് 91 വോട്ട് കുറയുകയുമായിരുന്നു. ഉറച്ച വിജയം പ്രതീക്ഷിച്ചിരുന്ന BJPക്ക് കോൺഗ്രസ് വ്യാപകമായി ഇടതുമുന്നണിക്ക് വോട്ട് മറിച്ചത് തിരിച്ചടിയായി. കുംഭമേളയും BJPക്ക് വിനയായി. വോട്ടിംഗ് ദിവസം 42 ഉറച്ച വോട്ടർമാർ പ്രയാഗ്രാജിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയായിരുന്നു. അതേസമയം കേരളത്തിന്റെയും ഭാരതത്തിന്റെയും വികസനമാണ് ഉദ്ദേശമെന്ന് വിവാദ പോഡ്കാസ്റ്റിന്റെ പൂർണ്ണ രൂപത്തിൽ ശശി തരൂർ MP കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. രാജ്യ താൽപര്യത്തിന് അനുസരിച്ചാണ് അഭിപ്രായം പറയുന്നത്. ഇക്കാര്യത്തിൽ ആരെയും ഭയമില്ല. കേരളത്തിന്റെ വിഷയങ്ങളിൽ വ്യാപൃതനാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സ്വന്തം പാർട്ടിക്കാരുടെ വോട്ട് കൊണ്ട് മാത്രം ജയിക്കാനാവില്ല. രാഷ്ട്രീയത്തിന് അതീതമായി സംസാരിക്കണമെന്നാണ് പക്ഷം. കോൺഗ്രസിലെ സ്വതന്ത്ര നിലപാടുകാരനാണ് താൻ. എന്തു പറഞ്ഞാലും എതിർക്കാനും വിമർശിക്കാനും സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ ആളുകളുണ്ട്. അതേക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പാർട്ടിയെ നോക്കി മാത്രം ആളുകളുടെ വോട്ട് കിട്ടുമെന്ന് കരുതിയാൽ കോൺഗ്രസിന് വീണ്ടും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരും. കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ കാര്യത്തിലും പഴഞ്ചന്മാരാണെന്നും 10 മുതൽ 15 വർഷം പിന്നിലാണ് അവരെന്നും തരൂർ പറയുന്നുണ്ട്. BJP ഒരിക്കലും തന്റെ ഓപ്ഷനല്ല. ഉള്ളിൽ ജനാധിപത്യമുണ്ടെന്ന് അറിയിക്കാനാണ് പാർട്ടിക്കുള്ളിൽ മത്സരിച്ചത്. ഇന്ത്യ സഖ്യത്തിന്റെ വില ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് ഉണ്ടാവുക. അല്ലാത്ത ഘട്ടത്തിൽ വിലയില്ല എന്നായിരുന്നു തരൂർ പറഞ്ഞത്. ഏതായാലും തരൂർ രാഷ്ട്രീയം മറ്റൊരു വഴിക്ക് നീങ്ങുകയാണെന്ന് പുതിയ സംഭവവികാസങ്ങളിലൂടെ മനസ്സിലാക്കാം.